we are going to discuss one-dimensional wave equation or transverse vibration in a stretched string. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേവ് മോഷനെ കുറിച്ചും ക്ലാസിഫിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് വേവ് മോഷനൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വേവ് മോഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഫ്രം വിച്ച് വി ക്യാൻ ഡിറൈവ് ദ ത്രീ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അപ്പോൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമുക്ക് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ നെയിം ഇൻഡിക്കേറ്റ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനെ നമ്മൾ പ്ലക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വേവ് ഫോം ചെയ്യും. ആൻഡ് ആ വേവ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടെ വേവിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനാണ്. അപ്പം ഇതാണ് എക്സ് എങ്കിൽ ഇങ്ങനൊരു സ്ട്രിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിനെ നമ്മൾ മുകളിൽ പ്ലക്ക് ചെയ്തിട്ട് വിടുകയാണ്. അപ്പം ആ സ്ട്രിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ വേവ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ് ഓൾറെഡി പറഞ്ഞു. ദാറ്റ് മീൻസ് എ ടെൻഷൻ ഇസ് ഡെവലപ്ഡ് ഓൺ ദി സ്ട്രിങ് ആൻഡ് യു ഹാവ് ടു അസ്യൂം ദാറ്റ് ദ ടെൻഷൻ ഇസ് യൂണിഫോം ത്രൂ ഔട്ട് ദി സ്ട്രിങ്. അപ്പോൾ നമ്മളൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ കൺസിഡർ ചെയ്യാം. വേവിൻ്റെ പ്രൊപ്പഗേഷൻ എക്സ് ഡയറക്ഷനിലാണ്, പ്രൊപ്പഗേഷൻ ഡയറക്ഷനാണ്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ഇവിടെ സൈ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സൈ ആണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സൈ ആണ്. സോ വേവ് ഇസ് ഫോംഡ് ലൈക്ക് ദിസ് ഓൺ ദ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാണ്. സേ P1 എന്ന് പറയുന്നൊരു പോയിൻറ്റും P2 എന്ന് പറയുന്നൊരു പോയിൻറ്റും കൺസിഡർ ചെയ്യാണ്. P1 ആൻഡ് P2 രണ്ട് പോയിൻറ്റ് കൺസിഡർ ചെയ്തു. ഈ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്, സേ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് P1 വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ സെയിം എൻഡിൽ നിന്ന് P2 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് വെരി സ്മോൾ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെൻഷൻ ഉണ്ട്, സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ടെൻഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. സോ ദാറ്റ് അറ്റ് ദ പോയിൻറ്റ്സ് P1 ആൻഡ് P2 ഈ ടെൻഷൻസ് റിസോൾവ് ചെയ്യും, രണ്ടായിട്ട് റിസോൾവ് ചെയ്യും. അപ്പോൾ P1ലെ ടെൻഷൻ രണ്ടും എവേ ഫ്രം ദ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ P1ലെ ടെൻഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ഇങ്ങനെ ഫോം ചെയ്യും, ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ട് കിടക്കും. ആൻഡ് P2ൽ എഗെയിൻ ഇതുപോലെ ഒരു ടാൻജൻ്റായിട്ട് ടെൻഷൻ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ടി, ഇവിടെ ഒരു ടി. P1ൽ താഴേക്കും P2ൽ മുകളിലേക്കുമാണ്. ആൻഡ് ദാറ്റ് ഗെറ്റ്സ് റിസോൾവ് ഇൻ ടു ടു കമ്പോണൻസ്. അപ്പോൾ എൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിരിക്കും, രണ്ടിടത്തും വെർട്ടിക്കൽ കമ്പോണൻസും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഇതുപോലെ ഫോം ചെയ്യും. സോ ദാറ്റ് ഈ ടാൻജൻറ്റുമായിട്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് θ1 എന്ന് കൊടുക്കാം. ഇവിടുത്തെ ടാൻജൻറ്റുമായിട്ട് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് θ2 എന്ന് കൊടുക്കാം, θ2. സോ ദാറ്റ് the vertical component at P1 is T sin θ1 and at P2 it is T sin θ2. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, അത് കോസ് θ1 കോസ് θ2 ആണ് എൻ്റെ കമ്പോണൻറ്റ് കോസ് θ1. അപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കമ്പോണൻസ് കിട്ടി, ടെൻഷൻ റിസോൾവ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് കിട്ടി, രണ്ട് പോയിൻറ്റ്സിലെ കമ്പോണൻസ് കിട്ടി. ഫ്രം വിച്ച് വി ക്യാൻ ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് വെർട്ടിക്കൽ ഫോഴ്സ്. ഈ P1 P2 എന്ന് പറയുന്ന ആ ചെറിയ എലമെൻറ്റിലെ റിസൾട്ടൻറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. Resultant vertical force on the small element P1 P2 ആ സെഗ്മെൻറ്റിലെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F which is equal to ഈ രണ്ട് വെർട്ടിക്കൽ കമ്പോണൻസിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് T sin θ2 ആണ് P2ൽ. സോ ഇറ്റ് ഇസ് T sin θ2 minus T sin
തീറ്റ 1 ആണ് P1 P2 റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബട്ട് വി നോ ദാറ്റ് തീറ്റ 1 ആൻഡ് തീറ്റ 2 ആർ വെരി സ്മോൾ, അല്ലേ? സോ ദാറ്റ് the angles sin theta 1 can be approximated to tan theta 1 and sin theta 2 can be approximated to tan theta 2. അതെന്തിനാണ് നമ്മൾ tan theta 1 tan theta 2 ആക്കുന്നത്? tan theta 1 tan theta 2 എന്ന് പറയുന്നത് നമുക്ക് സ്ലോപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇറ്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ കർവ്. tan theta എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി കർവ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് അപ്പോൾ ഈ കർവിൻ്റെ സ്ലോപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അറ്റ് എനി പോയിന്റ് ദ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി കർവ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു dy/dx ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ വൈക്ക് പകരം ആരാണ് നമുക്കുള്ളത്? സൈ ആണുള്ളത്, അല്ലേ? സോ ഹിയർ വി ക്യാൻ റൈറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ കർവ് ഇസ് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് tan theta is equal to d/dx എന്ന് എഴുതാം. വൈക്ക് പകരം സൈ എഴുതി, അപ്പോൾ നമുക്ക് tan theta കിട്ടും, അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1 tan theta 2 tan theta 1 അതുപോലെ തന്നെ tan theta ക്ക് പകരം d/dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് f is equal to t tan theta 2 മൈനസ് t tan theta 1 ആണ്, which is equal to t കോമൺ ആണ്, t into tan theta ക്ക് പകരം d/dx at x plus delta x minus d/dx at x എന്നാണ്. രണ്ടും d/dx എന്ന് തന്നെയാണ്, അല്ലേ? ഒന്ന് എക്സിലതും എക്സിലെ സ്ലോപ്പും അടുത്തത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പുമാണ്. അപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി, മോഡിഫൈ ചെയ്ത് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എഫിനെ ചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് വി നോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ, മാസ് ഇൻറ്റു ആക്സലറേഷൻ, അല്ലേ? അപ്പോൾ ഇവിടെ മാസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെങ്തിന് മാസ് എം ആണെങ്കിൽ ഡെൽറ്റ എക്സേ ഉള്ളൂ. നമ്മളിവിടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ എക്സ് ലെങ്തിന് മാസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എം ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആക്സലറേഷൻ എഴുതി കളയരുത്. നമ്മളിവിടെ ചെറിയ സ്ട്രിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ദാറ്റ് ഈസ് എം ഡെൽറ്റ എക്സ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ വെലോസിറ്റിയെ നമുക്ക് d/dt എന്ന് എഴുതാം, ആക്സലറേഷനെ നമുക്ക് d²/dt² എന്ന് എഴുതാം. ഇനി വേറൊരു കാര്യം, ഇവിടെ എല്ലാം ഒരൊറ്റ കമ്പോണൻറ്റിനെ മാത്രമേ എക്സിനെ മാത്രമേ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഫുൾ ഡെറിവേറ്റീവ് എഴുതേണ്ട കാര്യമില്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. അതായത് വിച്ച് ഇംപ്ലൈസ് d/dx എന്ന് എഴുതേണ്ട പകരം ∂ψ/∂x എന്ന് എഴുതിയാൽ മതി. ∂ψ/∂x. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അങ്ങനെ ∂ψ/∂x ആക്കാം. ∂ψ/∂x എന്ന് എഴുതിയാൽ മതി. ∂ψ/∂x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും എം ഡെൽറ്റ എക്സിൻ്റെ ആക്സലറേഷനെ നമുക്ക് വെലോസിറ്റിയെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ∂ψ/∂x എന്ന് എഴുതാം. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വെലോസിറ്റി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ആക്സലറേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ∂2ψ/∂t² എന്ന് എഴുതാം. വെലോസിറ്റി ഈസ് ∂ψ/∂t, velocity is ∂ψ/∂t and acceleration is ∂v/∂t which is equal to ∂2ψ/∂t² ആണ്, അല്ലേ? അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഫോഴ്സ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഉണ്ടായിരുന്നു. ആ എഫിനെ നമ്മൾ മോഡിഫൈ ചെയ്തു, എം ഡെൽറ്റ എക്സ് ∂2ψ/∂t² എന്ന് എഴുതി. എഫ് ഇസ് ഈക്വൽ ടു, അപ്പോൾ അതിനെ അവിടെ തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം, അപ്പോൾ ഈ എമ്മിനെ നമ്മൾ പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അതായത് ലീനിയർ ഡെൻസിറ്റിയാണ് എം. ഈ കാണുന്ന എം എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി വയർ ആണ്. സോ വി ക്യാൻ റൈറ്റ്
എഫ് ആസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫിനെ നമ്മൾ തിരിച്ച് ഇക്വേഷൻ നമ്പർ 2-ൽ നമ്മൾ എഫിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ എം ഡെൽറ്റ എക്സ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആരാണ് ടെൻഷൻ ഇൻറ്റു ഡോ സൈ അതായത് സ്ലോപ്പ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ട് മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. സോ നൗ we can write this as equal to ഞാനൊരു ചെറിയ മോഡിഫിക്കേഷൻ എടുത്താണ് ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുകയാണ് ഈ ടിയെ ഇങ്ങ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് എം ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡെൽറ്റ എക്സിനെയും കൂടി ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഡെറിവേറ്റീവ് ബൈ ഡെൽറ്റ എക്സ് ആണ് അല്ലേ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ സ്ക്വയർ psi by dou x square when delta x tends to 0. As delta x tends to 0, ഈ റൈറ്റ് സൈഡിലെ ടേമിനെ നമുക്ക് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ വി ഗെറ്റ് എം ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. അതിനാണ് നമ്മൾ ടാനിൽ തുടങ്ങിയത്. അപ്പോൾ സ്ലോപ്പ് യൂസ് ചെയ്ത് നമ്മൾ ആ ഇക്വേഷനെ ഒരു സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു. എം ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ്റെ ഒരു ഫോമിലായി അല്ലേ. അപ്പം നമുക്കിനി നോക്കാം ഈ എം ബൈ ടിയുടെ ഡയമെൻഷൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 3-ലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ വേറെ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം ഈ എം ബൈ ടിയുടെ ഡയമെൻഷൻസ് എന്താണെന്ന്. ഓക്കെ, എം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലീനിയർ ഡെൻസിറ്റിയാണ്. എം ഇസ് ദ ലീനിയർ ഡെൻസിറ്റി അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് മാസ് ബൈ ലെങ്ത് എന്ന് എഴുതാം. മാസ് ബൈ ലെങ്ത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എം ബൈ എൽ എന്ന് എഴുതാം. ഇനി ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണല്ലോ. അപ്പോൾ ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് എഴുതാം. മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതാമല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ ടൈം ഇൻറ്റു വെലോസിറ്റി. നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതി കൂടെ. ഡിസ്റ്റൻസ് ഇസ് ലെങ്ത്, സോ ലെങ്ത് ബൈ ടൈം എന്ന് എഴുതാം. ദാറ്റ് ഈസ് എം എൽ ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം ടെൻഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ബൈ ടി അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ബൈ ക്യാപിറ്റൽ എം ബൈ എൽ ഡിവൈഡഡ് ബൈ ടി ആണ്. ടിക്ക് എം എൽ ബൈ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ ടു ടി സ്ക്വയർ ബൈ എം എൽ എന്ന് എഴുതി കൂടെ. which is equal to mm cancel ചെയ്ത് പോയി ടി സ്ക്വയർ ബൈ എൽ സ്ക്വയർ which is equal to 1 by L square t raised to minus 2 എന്ന് എഴുതി കൂടെ അല്ലേ. അപ്പോൾ ഇത് നോക്കിക്കേ, വെലോസിറ്റി ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം ഇസ് വെലോസിറ്റി അല്ലേ. അപ്പോൾ 1 divided by L t raised to minus 1 the whole square. L t raised to minus 1 എന്ന് പറഞ്ഞാൽ distance by time ആണ്, which is velocity. So this represents 1 by b square. അപ്പോൾ ഡയമെൻഷനലി m by t എന്ന് പറയുന്നത് എന്തായി? ഡയമെൻഷനലി m by t എന്ന് പറയുന്നത് is equal to 1 by b square ആണ്. അപ്പോൾ അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we can write 1 by b square dou square psi by dou t square is equal to dou square psi by dou x square എന്നുള്ളത്, which is the one dimensional wave equation. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായി, അതായത് ഡിറൈവ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. വേവ് ഇക്വേഷൻ
1 by v square dou square psi by dou t square is equal to dou square psi by dou x square എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 1 ഡയമെൻഷനൽ ആകുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഇതിന് പോസിബിൾ ആണ്. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ഒരുപാട് പോസിബിൾ സൊല്യൂഷൻ ഉണ്ട്. സം ഓഫ് വിച്ച് ആർ psi is equal to a sin kx minus omega t എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. ഇനി അടുത്ത രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് psi is equal to a cos kx. ഞാൻ പറഞ്ഞു സൈൻ കോസ് ഫങ്ഷൻസ് കൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം വേവ് മോഷനെ. അപ്പോൾ psi is equal to a cos kx minus omega t എന്ന് പറയുന്ന അടുത്തൊരു സൊല്യൂഷനാണ്. തേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആകാം. a e raised to i kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നതും അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. നമ്മൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് പറഞ്ഞു തീർന്നില്ല. 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ വരെ എത്തിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഡയമെൻഷനലി 1 by v square is equal to m by t എന്ന് കിട്ടി. ഫ്രം വിച്ച് വി ക്യാൻ റൈറ്റ് വെലോസിറ്റി v is equal to root of t by m എന്ന് കൊടുക്കാം. root of t by m. അപ്പോൾ നമ്മളൊരു എൽ ലെങ്ത് ഉള്ളൊരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൽ ലെങ്ത് ഉള്ളൊരു സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ആ എൽ ലെങ്ത് ഉള്ള സെഗ്മെൻറ്റിനെ നമ്മൾ ഒരു വേവ് മാത്രമേ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ദ ഹോൾ ലെങ്ത് ഇസ് കൺവേർട്ടഡ് ടു ലാംഡ ബൈ 2. ഈ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിനെ നമ്മൾ ലാംഡ ബൈ 2 എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമേ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളൂ, വേവ് ഫോം ചെയ്തിട്ടുള്ളൂ. ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ ഒരു ലാംഡ ബൈ 2 എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. സോ ഫ്രം വിച്ച് വി ക്യാൻ റൈറ്റ് L is equal to lambda by 2 എന്ന് എഴുതാം, or lambda is equal to 2 by L എന്ന് എഴുതാം. Lambda is equal to 2L എന്ന് എഴുതാം. 2L. Lambda is equal to 2 into L എന്ന് എഴുതാം. Then we know that velocity is equal to frequency into wavelength ആണ്. Frequency into wavelength. So which is equal to frequency നമ്മൾ f എന്ന് എടുക്കുകയാണെങ്കിൽ f into 2L എന്ന് എഴുതാം. സോ ഇത് ഇക്വേഷൻ നമ്പർ 3 and this is equation number 4. ഇക്വേഷൻ നമ്പർ 4നെ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇരിക്കാൻ റൈറ്റ് 2FL is equal to root of t by m എന്ന് എഴുതാം. 2FL is equal to root of t by m, from which we can find the frequency. ഇതിപ്പോൾ നമ്മൾ ഒറ്റ സെഗ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നാണ് പറയുക. F is equal to 1 by 2L into root of t by m എന്ന് എഴുതാം. ഫ്രീക്വൻസി F is equal to 1 by 2L into root of t by m, which is the fundamental frequency of vibration. Fundamental frequency of vibration of a stretched string. ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. F is equal to 1 by 2L into root of t by m. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ് ഇവിടെ F is equal to 1 by 2L ആണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്ക് 2 by 2L എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ ആണ്, അടുത്ത ഫ്രീക്വൻസി ആണ്. ദെൻ ഇതിൻ്റെ വാല്യൂ ഇവിടെ ഒരു p by 2L എന്ന് വന്നു കഴിഞ്ഞാൽ p is equal to 1 2 3 etc നമുക്ക് കൊടുക്കാം. അപ്പോൾ പിയുടെ വാല്യൂ 1 ആണെങ്കിലാണ് അതിനെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഗിവ്സ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച് സ്ട്രിങ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 ലോസ് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. അതായത് ലോസ് ഓഫ് വൈബ്രേഷൻസ് of a stretched string. ഈ സെയിം ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആ ലോസ് ഓഫ് വൈബ്രേഷൻ എഴുതുന്നത്. ദ ഫസ്റ്റ് ലോ ഇസ് ഇവിടെ നോക്കിക്കേ, F is equal to 1 by 2L into root of t by m ആണ് അല്ലേ. അവിടെ നമ്മൾ ടെൻഷനും മാസും കോൺസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ we can write F into L is equal to a constant എന്ന് എഴുതാം. F into L is equal to a constant provided t and m are
കോൺസ്റ്റൻസ്. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ലോ, ഇക്വേഷൻ അല്ല, രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എൻ അല്ല എഫ് ഡിവൈഡഡ് ബൈ റൂട്ട് ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബാക്കി രണ്ടുപേരും അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് എല്ലും എമ്മും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എല്ലും എമ്മും കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/L എന്നാണ്. എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/L. ഇവിടെ നമുക്ക് കിട്ടുന്നത് എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്നാണ്. ഇങ്ങനെയും പറയാം. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി പ്രൊവൈഡഡ് എൽ ആൻഡ് എം ആർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു റൂട്ട് എം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√m. ഓക്കെ, ഇങ്ങനെയും ഈ ലോ മൂന്നാമത്തെ ലോ എഫ് ഇൻറ്റു റൂട്ട് എം ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നോ അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√m എന്നോ പറയാം, പ്രൊവൈഡഡ് ടി ആൻഡ് എൽ ആർ കോൺസ്റ്റൻസ്. ടി ആൻഡ് എൽ ആർ കോൺസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ലോസ് ഓഫ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഒന്ന് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ഡിറൈവ് ചെയ്താൽ മതി. 1/v² 2² psi/t² is equal to 2² psi/x². രണ്ടാമത് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഇൻ എ സ്ട്രെച്ച് സ്ട്രിങ് ചോദിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ തിയറി ചോദിക്കുകയാണെങ്കിൽ, വി ഹാവ് ടു പ്രൂവ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/12 into root of t/m, from which we get the 3 laws of vibrations of a stretch string as f inversely proportional to L ആണ്, f directly proportional to root t ആണ്, and f inversely proportional to root m ആണ്. Okay, these are the 3 laws of vibrations. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് ജനറലി നമുക്ക് p/12 into root of t/m എന്ന് എഴുതാം. p/12 into root of t/m. അതിൽ p is equal to 1 ആവുന്ന കേസാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാർമോണിക് എന്നും പറയും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് വേറൊരു പേരാണ് ഫസ്റ്റ് ഹാർമോണിക്. ഫസ്റ്റ് ഹാർമോണിക് എന്നും പറയും. അപ്പോൾ p is equal to 1 ആകുമ്പോൾ ഫസ്റ്റ് ഹാർമോണിക്. ദെൻ p is equal to 2 ആകുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും. സെക്കൻഡ് ഹാർമോണിക് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഓവർടോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെഫേഴ്സ് ടു എനി റെസൊണന്റ് ഫ്രീക്വൻസി അബവ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും. സെക്കൻഡ് ഹാർമോണിക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയാം. ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ. അതായത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് എബോവ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ ഓവർടോൺ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാർമോണിക് ആണ്. ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, സെക്കൻഡ് ഹാർമോണിക് ആണ് ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത്. ട്വൈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് ട്വൈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 ഡയമെൻഷണൽ വേവ് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 1 ഡയമെൻഷണൽ വേവ് സോൾവ് ചെയ്തിട്ട് 3 ഡയമെൻഷണൽ ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് എഴുതാം. ∂² psi/x² മാത്രം ആകുമ്പോഴാണ് 1 ഡയമെൻഷൻ. 2 ഡയമെൻഷൻ ആകുമ്പോൾ അതിൻ്റെ കൂടെ ∂² psi/y² കൂടെ ചേർക്കുക. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ∂² psi/z² കൂടെ ചേർക്കുക. ഇസ് ഈക്വൽ ടു അതിൻ്റെ അടുത്ത സൈഡിന് മാറ്റമൊന്നുമില്ല, 1/v² into ∂² psi/t² തന്നെയാണ്. ആ സൈഡിന് മാറ്റമില്ല, ടൈം പാർട്ടിന് മാറ്റമില്ല. പൊസിഷൻ പാർട്ടിൽ എക്സും വൈയും ഇസഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആയി. ഇനി ഇതിനെ ഇങ്ങനെ എഴുതണം എന്നില്ല. ഈ ∂² psi/x², ∂² psi/y², ∂² psi എന്ന് എഴുതാം, പ്ലസ് ∂² psi എന്ന് എഴുതാം, പ്ലസ് ∂² into psi എന്ന് എഴുതാം, which is equal to 1/v² into ∂² and ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേമിനെ നമുക്ക് ∇² എന്ന് എഴുതാം. ∇² which is called as the Laplacian operator എന്ന് പറയും. Laplacian operator. So the 3-dimensional equation can be written as ∇²
psi is equal to 1 by v square dou square psi by dou t square. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അപ്പോൾ നമ്മൾ 1 ഡയമെൻഷനിൽ നമ്മൾ സൊല്യൂഷൻ എഴുതിയതുപോലെ 3 ഡയമെൻഷനിലും ഒരുപാട് പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ട്. ഔട്ട് ഓഫ് വിച്ച് psi is equal to a e raised to I കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ എടുക്കണം. നേരത്തെ നമ്മൾ എക്സ് ഡയറക്ഷൻ മാത്രമേ എടുത്തുകൊള്ളായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് 3 ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഐ റേസ് ടു കെ എക്സ് എന്ന് മാത്രമേ നമ്മളവിടെ പറയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കെ ഡോട്ട് ആർ എന്ന് പറയാം. വേർ ആർ ഇസ് എ പൊസിഷൻ വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജി പ്ലസ് ഇസഡ് കെ എന്ന് പറയുന്ന പോലെ മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ്. വേർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ and k is equal to kxi plus kyj plus kzk. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ kxx പ്ലസ് kyy പ്ലസ് kzz എന്ന് വരും. അപ്പോൾ ഇതാണ് ഒരു പോസിബിൾ സൊല്യൂഷൻ. അവിടെ k എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വേവ് വെക്ടർ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേവ് വെക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. So K is called as a wave vector. ഓക്കെ, അപ്പോൾ ഈ 1 ഡയമെൻഷണൽ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ വേവ്സിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേറ്റഡ് by an antenna in a mobile tower is a plane wave at a large distance. Okay, is a plane wave. അതോടെ എഴുതിയേക്കാം. is a plane wave. പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രം ട്രാവൽ ചെയ്യുന്ന വേവ്സ് ആണ് പ്ലെയിൻ വേവ്സ് എന്ന് പറയുന്നത്. അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്. ദെൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് വേവ് മോഷൻ. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സൺലൈറ്റ് റിസീവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. സൺലൈറ്റ് റിസീവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ, ഇത്രയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്.